RSS നേതാവായിരുന്നു. BJPയുടെ മുഖമായിരുന്നു സന്ദീപ് വാര്യർ. BJPയിലെ യുവ നേതൃത്വം, ശ്രദ്ധിക്കപ്പെട്ട നേതാവ്, ചാനൽ ചർച്ചകളിൽ BJPക്ക് വേണ്ടി വാദിക്കുന്ന നേതാവ് സന്ദീപ് വാര്യർ അങ്ങനെയൊക്കെയായിരുന്നു കേരളത്തിൽ അറിയപ്പെട്ടത്. എന്നാൽ പാലക്കാട് ബൈ ഇലക്ഷൻ വന്ന സാഹചര്യത്തിൽ സന്ദീപ് വാര്യർക്ക് സീറ്റ് ലഭിക്കും എന്ന് സന്ദീപ് വാര്യർ വിശ്വസിച്ചിരുന്നു. പക്ഷേ BJPയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് സീറ്റ് ലഭിച്ചില്ല. തുടർന്ന് BJPയിൽ നിന്ന് പുറത്തിറങ്ങി കോൺഗ്രസിൽ ചേർന്നു സന്ദീപ് വാര്യർ. കോൺഗ്രസിനോടൊപ്പമായിരുന്നു പിന്നീട് യാത്ര. കോൺഗ്രസിൻ്റെ മുഖമായി മാറി, ടെലിവിഷൻ ചാനലുകളിൽ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന വ്യക്തിയായി മാറി. കോൺഗ്രസിൻ്റെ യുവനിരയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മാറുകയും ചെയ്തു. ഇത്തവണ പാലക്കാട് സീറ്റ് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പാലക്കാട് സന്ദീപ് വാര്യർ മത്സരിച്ചാൽ BJPയിൽ നിന്ന് ലഭിക്കുന്ന വോട്ടും കോൺഗ്രസ് വോട്ടും കൂടി ചേർന്നാൽ എളുപ്പത്തിൽ ജയിച്ചു വരാം എന്നാണ് സന്ദീപ് വാര്യർ കണക്കുകൂട്ടുന്നത്. പക്ഷേ സന്ദീപ് വാര്യർക്ക് മുസ്ലിം ന്യൂനപക്ഷം വോട്ട് ചെയ്യുമോ എന്ന സംശയം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് നിലനിർത്തിയേ തീരൂ. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് പാലക്കാട് നൽകാതിരുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതെങ്കിലും ഒരു സീറ്റ്, ആ സീറ്റ് പാലക്കാട് ജില്ലയിലോ അതല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള ജില്ലയിലോ ഒന്നുമല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലോ ഒക്കെ ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു സന്ദീപ് വാര്യർ. പക്ഷേ സന്ദീപ് വാര്യരെ നേരെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്തത് കോൺഗ്രസ് നേതൃത്വം. എന്ന് വെച്ചാൽ തോൽപ്പിക്കാൻ തന്നെ. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ഇപ്പോൾ സന്ദീപ് വാര്യരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം അതിനോട് യോജിക്കുന്നില്ല. DCC പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു, മത്സരിക്കാൻ പറ്റില്ല, സന്ദീപ് വാര്യരെ ഞങ്ങൾക്ക് വേണ്ട എന്ന്. അതോടുകൂടി സന്ദീപ് വാര്യരുടെ മത്സരവും കട്ടപ്പുകയായി മാറിയിട്ടുണ്ട് എന്നാണ്. ആർക്കൊക്കെയാണ് അവിടെ മത്സരിക്കാൻ താല്പര്യം? DCC പ്രസിഡന്റ് PK ഫൈസലിന് മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്. ബാലകൃഷ്ണൻ പെരിയ കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിനും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ കണ്ണുണ്ട്. 3 പേരാണ്, പ്രാദേശിക നേതാക്കളാണ്, കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന നേതാക്കളാണ്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള നേതാക്കളാണ് ഈ 3 പേരും. ഇവരിൽ ഒരാളാണെങ്കിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അതുകൊണ്ട് ഈ 3 പേരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു DCC പ്രസിഡന്റ് PK ഫൈസൽ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാസർഗോഡ് ജില്ലയിലുള്ള നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കണം എന്ന് DCC പ്രസിഡന്റ് തന്നെ നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു ഇക്കാര്യം ഉന്നയിച്ച്. ഇതെല്ലാം തള്ളിയാണ് സന്ദീപ് വാര്യരെ കാസർഗോഡേക്ക് കൊണ്ടുവന്നത്. ആര് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ ഒന്ന് ഒതുക്കിക്കളയാം എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നത് കാസർഗോഡ് ജില്ലയിലേക്ക്. ഇപ്പോൾ കാസർഗോഡ് DCC പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഞങ്ങൾ സഹകരിക്കില്ല, ഞങ്ങൾക്ക് സന്ദീപ് വാര്യരെ വേണ്ട എന്ന നിലപാടെടുത്തു. ഇനി രാജ്മോഹൻ ഉണ്ണിത്താൻ വിചാരിച്ചാലും നടക്കില്ല. പ്രാദേശിക നേതാക്കൾ DCC ഒന്നടങ്കം സന്ദീപ് വാര്യരെ കാസർഗോഡേക്ക് കയറ്റില്ല എന്ന നിലപാട് എടുത്തിരിക്കുകയാണ്. ഇനി സന്ദീപ് വാര്യർക്ക് മറ്റൊരു സീറ്റ് പോലും കണ്ടെത്താൻ കഴിയില്ല. എന്ന് വെച്ചാൽ കാസർഗോഡ് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ല എങ്കിൽ സന്ദീപ് വാര്യർ ഇപ്രാവശ്യം പെരുവഴിയിലാകും. ഇതാണ് സന്ദീപ് വാര്യരുടെ അവസ്ഥ. എന്തായാലും എതിർപ്പുകളെ എല്ലാം അവഗണിച്ച് കാസർഗോഡ് തന്നെ മത്സരിക്കും സന്ദീപ് വാര്യർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു വഴിയില്ല, വേറൊരു സീറ്റ് സന്ദീപ് വാര്യർക്ക് നൽകാൻ കഴിയില്ല. സന്ദീപ് വാര്യർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഇനി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ എന്താണ് സന്ദീപ് വാര്യരുടെ ഭാവി? സന്ദീപ് വാര്യർ പെരുവഴിയിൽ തന്നെയാണ്. മത്സരിച്ചാൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സഹകരിക്കില്ല. എന്ന് വെച്ചാൽ 8 നിലയിൽ പൊട്ടും എന്നർത്ഥം. ആ തോൽവിയോടുകൂടി സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത ഒരു സീറ്റിൽ കൊണ്ട് നിർത്തി വേണമെങ്കിൽ മത്സരിച്ച് ജയിച്ചോ എന്ന് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം സന്ദീപ് വാര്യരോട്. ഇത്രയും വലിയ അവഗണന, അപമാനം ഏറ്റുവാങ്ങേണ്ട ആളാണോ സന്ദീപ് വാര്യർ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ പെരുവഴിയിലാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കട്ടപ്പുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസിലേക്ക് വന്ന് ചതിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു എന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഉള്ളത്.